തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻ സുരക്ഷാ വീഴ്ച. രോഗനിർണയത്തിനായി അയച്ച ശരീരഭാഗങ്ങൾ മോഷണം പോയി. സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രി ശേഖരിക്കുന്നയാൾ മാറിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും നിലവിൽ രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ്കുമാറിനെ സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാത്തോളജി വിഭാഗത്തിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിശോധനയ്ക്കയച്ച ശരീരഭാഗങ്ങളാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചത്. 17 രോഗികളുടെ സ്പെസിമെനാണ് മോഷണം പോയത്. പത്തോളജി ലാബിന് സമീപം രാവിലെ ആംബുലൻസ് ജീവനക്കാർ കൊണ്ടുവച്ച സാമ്പിളുകൾ ആക്രിക്കാരൻ മോഷ്ടിക്കുകയായിരുന്നു. സ്പെസിമെനുകൾ കാണാതെ പോയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രിയാണെന്ന് കരുതിയാണ് ബോക്സ് എടുത്തതെന്നാണ് കസ്റ്റഡിയിലുള്ള ആക്രിക്കാരന്റെ മൊഴി. ശരീരഭാഗങ്ങളാണെന്ന് മനസ്സിലായതോടെ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിയായപ്പോഴാണ് ഞാൻ റൂമർ കേട്ടു. ഞാൻ കൺഫേം ചെയ്യാനായിട്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറെ വിളിച്ചു ചോദിച്ചു. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്രിക്കാരൻ കൊണ്ടുപോയാലും പറഞ്ഞു. അത്ര എനിക്കറിയാമായിരുന്നു. എല്ലാം കിട്ടി. ഇല്ല കാരണം ഫോർമാലിനൊന്നും ഒന്ന് ഫിക്സേറ്റ് ഒഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ടിഷ്യൂ ഒന്നും ഡാമേജ്ഡ് ആവില്ല. രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറയുന്നു. അതേസമയം പരിശോധനയ്ക്കയച്ച സ്പെസിമെനുകൾ കൈകാര്യം ചെയ്യുന്നതിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഇതിലൂടെ പുറത്തു വന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.